എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +2വിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ തോൽക്കുകയാണ് എങ്കിൽ, അതായത് +2 പരീക്ഷയിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽഡ് ആവുകയാണെങ്കിൽ നിങ്ങൾ കീം അതുപോലെ തന്നെ നീറ്റ് എന്നിങ്ങനെയുള്ള വിവിധ പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ CUET ഇതുപോലെ വിവിധ പരീക്ഷകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ +2 നിങ്ങൾ തോൽക്കുകയാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കീം അതുപോലെ തന്നെ നീറ്റ് അതുപോലെ തന്നെ CUET അതുപോലെ JEE ഇവ പോലുള്ള വിവിധ പരീക്ഷകൾ എഴുതുന്നതിനായിട്ട് പ്രത്യേകിച്ച് പ്രോബ്ലമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ +2 തോൽക്കുമോ ഇല്ലയോ എന്നുള്ളത്, കാരണം റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ട് വരുന്നതിന് മുൻപായിട്ടാണ് ഈ ഒരു പരീക്ഷകളൊക്കെ നടക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷകൾ എഴുതുന്നതിനായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, +2 തോൽക്കുകയാണെങ്കിൽ കീം അതുപോലെ നീറ്റ് CUET എന്നിങ്ങനെയുള്ള അതുപോലെ JEE എന്നിങ്ങനെയുള്ള പരീക്ഷകൾ എഴുതാൻ സാധിക്കുമോ എന്നുള്ളത്. വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, +2വിൻ്റെ റിസൾട്ട് വരുന്നതിന് മുൻപായിട്ടാണ് കീം അതുപോലെ തന്നെ നീറ്റ് അതുപോലെ തന്നെ CUET അതുപോലെ JEE ഇതുപോലുള്ള വിവിധ പരീക്ഷകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതുന്നതിനായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും ഇല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ പോയിട്ട് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് നാളത്തെ പരീക്ഷ എന്ന് പറയുന്നത്, അതായത് നാളെ 17-ാം തീയതിയാണ്. മാർച്ച് 17-ാം തീയതി മാത്തമാറ്റിക്സ് അതുപോലെ പാർട്ട് 3 ലാംഗ്വേജസ് അതുപോലെ സംസ്കൃത് ശാസ്ത്ര അതുപോലെ സൈക്കോളജി എന്നിവയാണ് വിദ്യാർത്ഥികൾക്ക് നാളത്തെ പരീക്ഷയുള്ളത്. അപ്പോൾ മാത്തമാറ്റിക്സ് വിദ്യാർത്ഥികൾക്ക് 60 വിദ്യാർത്ഥികളുണ്ടാകും. അതുപോലെ തന്നെ 80 മാർക്കുള്ള ആ ഒരു വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇത് ന്യൂ സിലബസാണ്, ഇത് ഓൾഡ് സിലബസാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 80 മാർക്കിൽ ഉള്ള ആ ഒരു മാത്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഒരു വർഷം 24 മാർക്കാണ്. അതുപോലെ 60 മാർക്കുള്ള മാത്സ് ആണ് അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളോ ആണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് 18 മാർക്കാണ് ഒരു വർഷം വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു 18 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷം തന്നെ വാങ്ങിക്കണമെന്നുള്ളതല്ല നിർബന്ധം. നിങ്ങൾക്കൊന്നുകിൽ +1ന് ഈ ഒരു 18-ൽ കൂടുതൽ, അതായത് ഒരു 24 മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം എത്ര ബാക്കി മാർക്ക് കുറവുണ്ടോ അത് വാങ്ങിച്ചാൽ നിങ്ങൾ പാസ്സാകും. അതുപോലെ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് അറിയാവുന്ന എല്ലാവിധ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആൻസേഴ്സിൽ ആ ഒരു ആൻസറിൽ വേണ്ട കുറച്ച് പോയിൻറ്റ്സ് എങ്കിലും ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാർക്ക് കിട്ടില്ല. നിങ്ങൾ എഴുതുന്ന ആൻസറിൽ ഒന്നുകിൽ ആ ഒരു മാത്സ് ആയതുകൊണ്ട് അതിൽ ഇക്വേഷൻസോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ആ ഒരു ഉത്തരത്തിന് അടുത്തോട്ട് എത്താനായിട്ടുണ്ടെങ്കിലോ ഒക്കെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കണം ആ ഒരു ആൻസേഴ്സിൽ ഉണ്ടായിരിക്കേണ്ടത്. കാരണം പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മാർക്ക് കിട്ടുമോ എന്നുള്ളത്. ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം മാർക്ക് കിട്ടില്ല, അതിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പോയിൻറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടേത് അതായത് 60 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് ഈ ഒരു 60 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഒന്നുകിൽ 2 വർഷം 18 വെച്ച് വാങ്ങിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കൂടി 36 മാർക്ക് ടോട്ടൽ മാർക്ക് കൂട്ടുന്ന സമയത്ത് TE മാർക്കിനത്തിൽ കിട്ടിയാൽ മതിയാകും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഓരോ വർഷം 24 വെച്ച് വാങ്ങിച്ചാൽ മതി. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തെ, അതായത് +2വിൻ്റെ ടോട്ടൽ മാർക്ക് കൂട്ടുന്ന സമയത്ത് 48 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് TE മാർക്കായി, അതായത് എഴുത്ത് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ പാസ്സാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് എഴുതിയിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ മാർക്ക് പെർസെൻറ്റേജ് കൂട്ടാൻ സാധിക്കുന്നതാണ് കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ +1 വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പിന്നീട് 18-ാം തീയതി ചൊവ്വാഴ്ചയാണ് അവർക്ക് പരീക്ഷയുള്ളത്. +2വിന് തിങ്കളാഴ്ചയാണ്, അത് നാളെയാണ്. അതുപോലെ തന്നെ +1ന് ഒരു ജിയോഗ്രഫി അതുപോലെ തന്നെ മ്യൂസിക്, സോഷ്യൽ വർക്ക്, ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയാണ് ചൊവ്വാഴ്ചയുള്ള പരീക്ഷ, അതായത് 18-ാം തീയതി, മാർച്ച് 18-ാം തീയതി ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് +2 വിദ്യാർത്ഥികൾക്ക് നാളത്തെ പരീക്ഷ എന്ന് പറയുന്നത് അതായത് മാർച്ച് 17-ാം തീയതിയാണ്. അപ്പോൾ മാർച്ച് 17-ാം തീയതി ഉള്ള പരീക്ഷ എന്ന് പറയുന്നത് ഈ ഒരു മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ് അതുപോലെ സംസ്കൃത് ശാസ്ത്ര സൈക്കോളജി എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ
മാക്സിമം മാർക്ക് വാങ്ങിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മാർക്ക് കൂടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒന്നുകിൽ ജയിക്കാൻ അല്ലെങ്കിൽ മാർക്കിൻ്റെ പെർസെൻറ്റേജ് വർദ്ധിപ്പിക്കാനോ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.